അന്ന് രാവിലെ തേജു അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റിന് പോയി. വീട്ടിൽ നിന്നാൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുള്ളതുകൊണ്ട് അച്ഛനും അമ്മയും അവളെയും കൂട്ടി എൻഗേജ്മെൻറ്റിന് പോയി. അവിടെ പോയി ഒരു ശില കണക്കെ വെറുതെ നിന്നു. പരിചയമുള്ള ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. വെറുതെ മുഖത്തൊരു ചിരിയും വരുത്തി അവൾ എങ്ങോട്ടോ നോക്കി നിന്നു. പെട്ടെന്നാണ് ചുമലിലാരോ തട്ടിയതറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയത്. രഘുവേട്ടാ, പരിചയമുള്ളൊരു മുഖമെങ്കിലും കണ്ടല്ലോ എന്ന സന്തോഷത്തിൽ അവൾ അവന് കൈകൊടുത്തു. തിരിച്ചവനും. എന്താ പറയാതൊരു വരവ്? എന്ത് പറയാനാ, വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ഒന്ന് വന്നതാ. നമ്മുടെ രഘു എന്ന് പറയുന്ന അനുരാഗ് മേനോൻ ഏട്ടനൊരു ഡോക്ടറാണ് കേട്ടോ. തേജുവിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലെ പുള്ളിക്കാരനും. കണ്ടാൽ നമ്മുടെ ഇമ്രാൻ അബ്ബാസിന്റെ ലുക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഹാർപ്പിക്കിന്റെ പരിസരത്ത് വരുന്ന അബ്ബാസ് അല്ല കേട്ടോ, ഇതാള് വേറെയാ. സാവനായ ഹേ സോങ്ങിൽ ബോളിവുഡ് ആക്ട്രസ് ബിഭാഷ ബസുവിന്റെ കൂടെ റൊമാൻസ് അടിച്ച കക്ഷി. അവിടെ വന്നിരിക്കുന്ന പെമ്പിള്ളയുടെ കണ്ണ് മുഴുവൻ അവന്റെ മേലെയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഓന്റെ കണ്ണുണ്ടല്ലോ, കണ്ണ് അതൊരു ഒന്നൊന്നര കണ്ണാ. അത് കണ്ടാ വീഴാത്ത പെമ്പിള്ളേരുണ്ടാവില്ല. മാത്രമല്ല, ഇന്ത്യ അറിയുന്ന ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയാണ് അനുരാഗേട്ടൻ. കൂട്ടുകിട്ടിയ സന്തോഷത്തിൽ അവന്റെ കൂടെ കുറെ നേരം ചളിയടിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് എവിടുന്ന് അവന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് സെൽഫി എടുക്കാന്നും പറഞ്ഞു വന്നു. തേജ് പോവാൻ നിന്നെങ്കിലും അവനവളെ പിടിച്ചിരുത്തി. അപ്പോ എടുക്കട്ടെ? മുന്നിൽ നിന്ന് ആള് ചോദിച്ചതും എല്ലാവരും റെഡിയായി നിന്നു. രഘു പെട്ടെന്ന് അവളുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. അവൾ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ തൊട്ടതും അവൾ ആകെ ഒന്ന് പകച്ചു. അവൾ അവനെ നോക്കിയതും അവൻ അവളെ നോക്കി ഫോട്ടോയിൽ നോക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവനിൽ നിന്നും മാറിയാൽ, ഇല്ലെങ്കിൽ അവനെ തട്ടിമാറ്റിയാൽ അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ അപമാനിക്കുന്ന പോലെയാണെന്ന് കരുതി അവളൊരു കപടച്ചിരി മുഖത്ത് വെച്ചുകൊണ്ട് നിന്നു. ഫോട്ടോ എടുത്ത് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മാറി നിന്നു. സോറി തേജു, താനിങ്ങനെ നെർവസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഐ ആം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ രഘുവേട്ട. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അവിടുന്ന് പോയി. അവൾ പോണെന്ന് നോക്കി അവൻ ചിരിച്ചുകൊണ്ട് നിന്നു. ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഹർഷനാകെ ദേഷ്യത്തിലാണ്. അവൻ പോലും വിചാരിക്കാത്ത കാര്യമാണ് മീഡിയക്കാർ പറഞ്ഞു പരത്തിയത്. റൂമിലെത്തിയെന്ന് തന്നെ അവൻ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഫ്രിഡ്ജിൽ നിന്നും മദ്യമെടുത്ത് കുറേ കുടിച്ചു. അവസാനം ബോധമില്ലാതെ എപ്പോഴോ മയങ്ങിപ്പോയി. ഇന്ദ്രൻ അവനെ കുറേ തവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. കുറേ നേരത്തെ ഉറക്കത്തിന് ശേഷം അവൻ മെല്ലെ കണ്ണൊക്കെ വലിച്ചു തുറന്നു. താഴെ 3 പീസായി കിടക്കുന്ന അവൻ്റെ ഫോൺ എടുത്ത് നേരെയാക്കി തലയിണയുടെ അടിയിൽ വെച്ച് പിന്നെയും കിടന്നുറങ്ങി. അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ട് അവൻ ഫോൺ എടുത്ത്. ഇന്ദ്രനായിരുന്നു. ആ പറയടാ. ഡാ പരനാറി, എന്താണ് ഇത്ര നേരം ഫോൺ എടുക്കാതെ? എടാ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയതാടാ. എന്താ കാര്യം? അവൻ്റെ ഒരു മയക്കം. നീ വിളിച്ച കാര്യം പറ. നീ ആദ്യം ഇൻസ്റ്റാഗ്രാം പറഞ്ഞ അനുരാഗ് മേനോൻ എന്ന കാർഡിയോളജിസ്റ്റിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്ക്. എന്താ അതില്? നീ ആദ്യം അത് എടുത്തു നോക്ക്, എന്നിട്ട് എന്നെ വിളി. അതും പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ടാക്കി. ഓഹ്, ഇവന്റെ ഒരു കാര്യം. അവൻ അതും പറഞ്ഞ് കിടന്ന കിടപ്പിൽ തന്നെ ഫോണിൽ അവൻ്റെ ഫേക്ക് അക്കൗണ്ട് തുറന്ന് അതിൽ ആ പറഞ്ഞ പേര് സെർച്ച് ചെയ്ത് നോക്കി. പുള്ളിക്കാരൻ ഭയങ്കര ആളാട്ടോ. ഈ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടാ അവൻ ഇപ്പോഴും തേജുവിനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത്. ആദ്യം തന്നെ വന്നു ഒരു ഡോക്ടറിന്റെ വേഷം ധരിച്ച ആളുടെ പ്രൊഫൈൽ. അതായിരിക്കുമെന്ന് ഊഹിച്ച് അവനത് ഓപ്പൺ ചെയ്തു. അതിൽ റീസെന്റ് പോസ്റ്റ് ചെയ്യേണ്ടതും അവൻ ചാടി എണീറ്റു. അവൻ ആ ഫോട്ടോ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി. അത് കാണുന്തോറും അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. വിത്ത് മൈ സ്വീറ്റ് വൺ എന്നായിരുന്നു അതിന് ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അതും കൂടി കണ്ടതോടുകൂടി അവന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങി. ആ ഫോട്ടോ കാണുന്തോറും അവന്റെ കണ്ണ് നിറഞ്ഞു. പക്ഷെ അത്ര പെട്ടെന്നും അവൾ ആർക്കും പിടികൊടുക്കില്ലെന്ന് അവൻ അറിയായിരുന്നു. എന്നാലും ഒരുപക്ഷെ ഇയാൾ ഡോക്ടറായ സ്ഥിതിക്ക് വീട്ടുകാർ നിർബന്ധിച്ചാൽ അവൾ ഉറപ്പായും സമ്മതിക്കും. അതും ഇപ്പോൾ തന്നെ കുറിച്ചുള്ള ഗോസിപ്പ് അവൾ കേട്ട സ്ഥിതിക്ക് അങ്ങനെയൊരു സംഭവം നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഒരിക്കലും അത് നടക്കില്ലെന്ന് അവൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ആ ഫോട്ടോ വീണ്ടും വീണ്ടും എടുത്തു നോക്കി. അവളുടെ മുഖത്തുള്ള ആ ചിരി പോലും കപടമാണെന്ന് അവന് മനസ്സിലായി. ആ ഒരു കാര്യം മാത്രമായിരുന്നു ആ സമയത്ത് അവന് ആശ്വാസം പകർന്നത്. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ നേരം അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ത്രാണി അവനുണ്ടായിരുന്നില്ല. അവൻ ആ ഫോണിനെ വീണ്ടും എറിഞ്ഞുടച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ഇന്ദ്രൻ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വന്നു. അതോടെ അവന് കാര്യം ഏകദേശം മനസ്സിലായി. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് ബി പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തേജു അച്ഛൻ്റെ കൂടെ അതുവരെ പോയി. അവളുടെയും അതേ ഗ്രൂപ്പായിരുന്നു. അവിടെ പോയതും കണ്ടു രഘുവിനെ. അവനായിരുന്നു അവളുടെ കയ്യിൽ സൂചി കുത്തിയത്. അവനായ കാരണം അവൾ ഒന്നും മിണ്ടാതെ വേദന കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു. ഈ സമയം വേറെ വല്ലവരായിരുന്നെങ്കിൽ കത്തി നിലവിളി കൂട്ടിയെന്നെ. അന്ന് വൈകുന്നേരം വരെ അവൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ആ സമയം അവൾക്ക് ഓർമ്മ വന്നത് അന്ന് ഹർഷന്റെ വീട്ടുകാരെ പരിചയപ്പെട്ടതായിരുന്നു. ആ സംഭവം പിന്നെ അതിനുശേഷം സംഭവിച്ചൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു. എന്നാൽ അതിലേറെ സങ്കടവും തോന്നി. അവളുടെ ഈ അവസ്ഥ കണ്ട് അച്ഛനും വല്ലാത്ത വിഷമം തോന്നി. എപ്പോഴും വായടിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കാൻ പോലും 1 മണിക്കൂറാവണം. എന്താ സർ, എന്തു പറ്റി? അദ്ദേഹത്തിന്റെ ആ നിൽപ്പ് കണ്ടതും രഘു വന്ന് ചോദിച്ചു. എന്തു പറയാനാ മോനെ, എന്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേ?
ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആരോടും അധികം സംസാരിക്കാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കും. കണ്ടിട്ട് സഹിക്കുന്നില്ല. അവിടെ ചെയറിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവൾ നോക്കി അച്ഛൻ പറഞ്ഞു, നിങ്ങളൊന്നും പറഞ്ഞില്ലേ അവളോട്? ഞങ്ങളൊക്കെ കുറെ പറഞ്ഞു നോക്കിയതാ മോനെ, പക്ഷേ എന്നിട്ടും ഇത് തന്നെയാ അവസ്ഥ. എന്നാ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ? ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ മാറാൻ തയ്യാറായില്ല. പിന്നെ മോൻ പറഞ്ഞാൽ കേൾക്കുമോ? ട്രസ്റ്റ് മീ സർ, അവളുടെ ഡിപ്രഷൻ ഞാൻ മാറ്റിത്തരാം. ഐ ക്യാൻ ഡു ദിസ്. അവൻ അതും പറഞ്ഞ് അയാൾ കൈ കൊടുത്തു. പിറ്റേന്ന് തേജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ മൂഡ് ഓഫ് മാറ്റാൻ എല്ലാവരും ബർത്ത്ഡേ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അച്ഛനും അമ്മയും അവളും കൂടെ തറവാട്ടിലേക്ക് വന്നു. അവിടെ എത്തിയതും ഹാളിലിരിക്കുന്ന ആളെ കണ്ട് തേജു ബ്രേക്ക് ഇട്ട പോലെ നിന്നു. രഘുവേട്ടാ? ആഹാ, എന്താ മോളെ ഇത്? നാളെ ബർത്ത്ഡേ ആണത്രേ, എന്നിട്ട് നമ്മളെയൊന്നും വിളിച്ചില്ല അല്ലേ? അപ്പോഴാണ് അവൾക്ക് തന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പോലും ഓർമ്മ വന്നത്. അയ്യോ ഏട്ടാ, സത്യമായിട്ട് ഞാൻ ആ കാര്യം മറന്നു. അവൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പോട്ടെ, സാരമില്ല, നിന്റെ ദേവട്ടം പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്നാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അതും പറഞ്ഞ് അവൾ കൈ കൊടുത്ത് അവൻ എണീറ്റു. ഡാ രഘു, അപ്പൊ നമുക്ക് പോവാം. ദേവ് ഷർട്ടൊക്കെ ഇൻ ചെയ്ത് കോണിപ്പടിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു. ആഹാ, ഇതെവിടെ പോവാ? അവരുടെ പോക്കണ്ട് തേജ് ചോദിച്ചു. ഞങ്ങൾ ബീച്ച് വരെ പോവാ, നീ വരുന്നുണ്ടോ? ആ, ഞാനും ഉണ്ട്. എന്തായാലും ഇവിടെ ഇരുന്നാൽ വീർപ്പ് മുട്ടുന്നുള്ളതുകൊണ്ട് അവളും അവരുടെ കൂടെ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. 5 ഏട്ടന്മാരും തനുവും തേജുവും പിന്നെ രാഘവും കൂടി ചാവക്കാട് ബീച്ചിലേക്ക് വിട്ടു. അവിടെ എത്തുമ്പോഴേക്കും 5:30 സൂര്യാസ്തമനം കാണാൻ വേണ്ടിയായിരുന്നു വന്നിരുന്നത്. തനുവിനെ ഏട്ടന്മാരെല്ലാവരും കൂടി പൊക്കിക്കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടിട്ടു. തേജു അപ്പോഴും കാർ പോലും നനക്കാതെ കരയിൽ തന്നെ നിന്നു. അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ അന്ന് ഹർഷേട്ടന്റെ കൂടെ ബീച്ചിൽ ഓടിക്കളിച്ചാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഓർമ്മയിൽ മുഴുകി നിൽക്കുമ്പോഴാണ് രഘു അവളുടെ അടുത്തേക്ക് വന്നത്. എന്താ തേജു ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാ വാ, നമുക്ക് കുറച്ച് നടക്കാം. അതും പറഞ്ഞ് അവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. താൻ എന്താണ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? ഒന്നുമില്ല രഘുവേട്ടാ. എന്നാ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ഐ ലവ് യു. അവൻ ഭയങ്കര കൂളായി പറഞ്ഞു. അത് കേട്ടതും അവൾ നടത്തി നിർത്തി. വാട്ട്? അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ആ, ഇപ്പോഴാൾക്കൊരു ഉഷാർ വന്ന്. അവൻ അവളെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഓ രഘുവേട്ട, ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ നല്ല ജീവനങ്ങ് പോയല്ലോ. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആക്ച്വലി ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. ബട്ട് മറ്റൊരാളുടെ പെണ്ണിനെ മോശിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്കറിയാം നിനക്ക് ഹർഷനയല്ലാതെ വേറെ ആരെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ? നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. അത് കേട്ടതും അവൾ തലതാഴ്ത്തി നിന്നു. നീ ഇപ്പോഴും അവന് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവൾ അസ്തമയം സൂര്യനെ നോക്കി പറഞ്ഞു. നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? അവൻ നിന്നെ വിളിക്കുവോ? ഇല്ല. അതെന്താ? വിളിച്ചാലും ഞാൻ എടുക്കില്ല. ഓ, ഈഗോ ആണ് പ്രശ്നം. അത് കേട്ടതും അവൾ മിണ്ടാതെ നിന്നു. ഓക്കെ, ഡു വൺ തിങ്. ഇത്തവണ നീ അവനെ വിളിക്ക്. ഞാനോ? ആ, വിളിക്ക്. എന്നിട്ട് മനസ്സ് പറഞ്ഞ് സംസാരിക്കേ. അത് വേണോ രഘുവേട്ടാ? വേണം. ഇന്ന് വൈകുന്നേരം നീ വീട്ടിൽ പോയി അവനെ വിളിക്ക്. സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നമല്ലിടൂ. അത് കേട്ടതും അവളും ചിരിച്ചു. ഞാൻ വിളിക്കാം. അങ്ങനെ അവർ നടന്ന് കുറെ ദൂരം പോയി. തേജ് പെട്ടെന്ന് പിന്നിലൂടെ വന്ന് കണ്ണുപൊത്തി. ഷോ, ആരാ ഇത്? നീ തന്നെ പറ. ആ ശബ്ദം കേട്ടതും അവൾക്ക് മനസ്സിലായി ആൾ ആരാണെന്ന്. വേദു. അവൾ ആ കൈമാറ്റിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. കൂടെ തന്നെ അകിയും വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആരാ? അവരെ നോക്കി രഘു ചോദിച്ചു. ഇവരാ എൻ്റെ പുതിയ ഫ്രണ്ട്സ്. അതും പറഞ്ഞ് അവൾ ഇവർ കണ്ടതും പരിചയപ്പെട്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. കുറെ നേരം അവർ അവിടെ നിന്ന് സംസാരിച്ചു. പോകാൻ നേരം ഒരു സെൽഫി എടുക്കാനും മറന്നില്ല. നാളെ തേജുവിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷവും ഹർഷൻ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും അവളുടെ പുതിയ നമ്പർ വാങ്ങി അവൾ വിളിച്ച് വിഷ് ചെയ്യും. പക്ഷെ അവന്റെ ശബ്ദം കേട്ടാൽ തന്നെ അവൾ ഫോൺ കട്ടാക്കും. അതോടെ ആ നമ്പർ മാറ്റും. പിന്നെ ഇന്ദ്രൻ കാല് പിടിച്ച് ചോദിച്ചാൽ പുതിയ നമ്പർ അവൾ അവന് കൊടുക്കും, അതും വാണിങ്ങോടെ. ഇത്തവണ ഹർഷൻ ഇന്ദ്രനോട് കെഞ്ചി അവളുടെ പുതിയ നമ്പർ വാങ്ങിച്ചു. കോൺഫറൻസ് കോളിൽ സംസാരിക്കാമെന്ന് അവർ പറഞ്ഞതാ. പക്ഷേ അവളോട് അവന് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ കാരണം ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. സമയം 12 മണി ആവാറായി. അവൻ അവളുടെ നമ്പർ ഡയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കോൾ ബട്ടൺ അമർത്താതെ അത് തന്നെ നോക്കിയിരിക്കുക. ഇവിടെ തേജുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവളും അവന്റെ അതേ അവസ്ഥ തന്നെയാണ്. എന്നാൽ അവൾ വിളിക്കാൻ പോകുന്ന കാര്യം തനുവിനോട് പോലും പറഞ്ഞിട്ടില്ല. പെട്ടെന്നായിരുന്നു തനു ഉറക്കത്തിൽ നിന്നും വെള്ളം വേണമെന്ന് പറഞ്ഞ് എണീറ്റത്. അവൾ എണീറ്റതും തേജ് ഫോൺ ഓഫാക്കി ഉറങ്ങിയ പോലെ കിടന്നു. റൂമിൽ വെള്ളമില്ലാത്ത കാരണം തനു താഴേക്ക് പോയി. അത് കണ്ടതും തേജുവിന് സമാധാനമായി. അവൾ വീണ്ടും അവന്റെ നമ്പർ ഡയൽ ചെയ്ത് ബാൽക്കണിയിലേക്ക് പോയി അത് നോക്കിക്കൊണ്ട് നിന്നു. അവനോട് സംസാരിക്കുന്ന ഡയലോഗൊക്കെ ഒന്നുകൂടി മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കി. ഇതിനിടയിൽ വീട്ടിന് പിന്നിലൂടെ 3 നിഴലുകൾ അകത്തേക്ക് വന്നത് അവരാരും ശ്രദ്ധിച്ചില്ല.
മുത്തശ്ശിയുടെ റൂമിന്റെ ജനലിന്റെ പാളികൾ കുറച്ച് അകന്നതായതുകൊണ്ടും അത് തുറന്നു കിടക്കുന്നതുകൊണ്ടും ആ 3 കള്ളന്മാർ അകത്തേക്ക് നിഷ്പ്രയാസം കടന്നു. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ മുത്തശ്ശിയുടെ റൂമിന്റെ വാതിൽ തുറന്ന് ഹാളിലേക്ക് കയറി. ആ 3 ബുദ്ധിശാലികൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഹർഷൻ എല്ലാ ധൈര്യവും സംഭരിച്ച് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് അവളെ വിളിച്ചു. ആ സമയം അവന്റെ കോൾ കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്തൊരു വിറയിൽ തോന്നി. അവൾ അറിയാതെ തന്നെ അവളുടെ വിരൽ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തതും അവന്റെ നെഞ്ചിരിപ്പ് കൂടി. കാരണം ഇതിനുമുമ്പ് വിളിക്കുമ്പോഴൊക്കെ കുറേ തവണ റിങ് ചെയ്ത് അവൾ എടുക്കൂ. പക്ഷേ ഇത്തവണ അവന്റെ വിളി അവൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ അവൾ അറ്റൻഡ് ചെയ്തു. അവളോടെല്ലാം പറയണമെന്ന് വിചാരിച്ച് വിളിച്ചതാ. പക്ഷേ ഇപ്പോൾ ഒരു വാക്ക് സംസാരിക്കാൻ പോലും അവൻ പ്രയാസപ്പെടുന്നതായി തോന്നി. ഈ സമയം താഴെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തനു. പെട്ടെന്ന് പിന്നിൽ ആരൊക്കെ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ചിലപ്പോൾ തോന്നിയതായിരിക്കുമെന്ന് കരുതി അവൾ വീണ്ടും വെള്ളം കുടിക്കാൻ തുടങ്ങി. വീണ്ടും ആരുടെയൊക്കെയോ കാൽപാത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അകത്ത് കള്ളനെങ്ങാനും കിടന്നോ എന്ന് അവൾ സംശയിച്ചു. അടുക്കളയിൽ നിന്ന് മേലേക്ക് ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് പേടി തോന്നി. എല്ലാവരും പൊരിഞ്ഞ ഉറക്കത്തില്ല. ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ ഈ സമയം താരെങ്ങാനും പേടിച്ച് നിലവിളിച്ച് അവസാനം ആ കള്ളനെ അവളെ കഴുത്തു മുറിച്ച് കൊന്നാലെന്നുവരെ അവൾ ചിന്തിച്ചു. ഒരു സേഫ്റ്റിക്ക് അവൾ അടുക്കളയിൽ നിന്ന് അലുമിനിയത്തിന്റെ ഒരു കാലിക്കുടം കയ്യിലെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. ഈ സമയം മേലെ ബാൽക്കണിയിൽ ഹലോ തേജു. അവൻ ആ വാക്ക് പറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവൾക്ക് തിരിച്ചു പറയാൻ ഒരു വാക്കും കിട്ടിയില്ല. ഹലോ തേജു, ഡി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവൾ ശബ്ദം വെളിയിൽ വരാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. ഈ സമയം തനു ചുറ്റും നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ആ ധൈര്യത്തിൽ അവൾ സ്റ്റെപ്പ് കയറാൻ നിന്നതും പിന്നിൽ നിന്നും ആരോ അവളുടെ തോളിൽ കൈവച്ചു. ആ വെച്ചത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. ഡാ, പാതിരാത്രിക്ക് മോഷ്ടിക്കാൻ വന്നു പോരാ, പെൺപിള്ളേരെ മേലെ കൈവെക്കുന്നോടാ. അതും പറഞ്ഞ് അവൾ ആ കുടം കൊണ്ട് അവന്റെ നിർമ്മണ്ട നോക്കി ഒറ്റയടി. അതും പോരാതെ ആ കുട അവന്റെ തലവഴി കമിഴ്ത്തി. ആ കുടത്തിന്റെ വായ നല്ല വലുതായതുകൊണ്ട് അവന്റെ തല അധികം പ്രയാസമില്ലാതെ തന്നെ അതിനകത്തേക്ക് കയറിട്ടോ. ഇതൊക്കെ വെറും ഒറ്റ സെക്കൻഡിൽ നടന്നു. പട്ടി കല്ലേറിയുണ്ടപോലെ എവിടുന്ന ഒരു വൃത്തിയുടെ ശബ്ദം കേട്ടതും വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ എണീറ്റു. ദാറ്റ്സ് വൃത്തിയുടെ ശബ്ദം വീട് മുഴുവൻ മുഴങ്ങി കേട്ടു. ഇത് കേൾക്കലും തേജ് ഞെട്ടിലൊപ്പമായിരുന്നു. ആ ഞെട്ടിൽ അവളുടെ ഫോൺ കൈവിട്ടുപോയി. അത് പിടിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഫോൺ നല്ല അന്തസ്സായി താഴെ വീണു. അതും ബാൽക്കണിയിൽ നിന്നുള്ള വീഴ്ചയായതുകൊണ്ട് തന്നെ താഴെ വീണപ്പോഴേക്കും ചില്ലുകൊട്ടാനും തകരുന്ന പോലെ തകർന്നു. ആ ഫോൺ വീണതിനേക്കാളും ആർക്കെങ്കിലും അപകടം പറ്റിക്കാണുമോ എന്ന് പേടിച്ച് തേജു താഴേക്ക് ഓടി. ഹലോ തേജു, ഹലോ. കോൾ അൺറീച്ചബിൾ എന്ന് വന്നു. ഹർഷൻ വീണ്ടും വിളിക്കാൻ നോക്കി. എന്നാൽ സ്വിച്ച് ഓഫ് കണ്ടതും അവന് ദേഷ്യം അടക്കാൻ പറ്റാതെയായി. തുടരും.